നമ്മുടെ ബ്രെയിനിനൊരു പേടിത്തൊണ്ട സ്വഭാവമുണ്ട്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഉള്ളൊരു അവസ്ഥനെ ഒരു ബേസ് ലൈനാക്കി വെച്ചിട്ട് അതിൽ പുതിയൊരു കാര്യം അച്ചീവ് ചെയ്യണം എന്നതിനേക്കാളും ബ്രെയിൻ എപ്പോഴും പ്രിഫർ ചെയ്യുക, നിലവിലൊന്നും പോവാതെ നോക്കുക, സേഫാക്കി വെക്കുക എന്നുള്ള ആ ഒരു ലെവലാണ്. സ്റ്റാറ്റസ് കോ ബയാസ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം എവല്യൂഷൻ്റെ ഭാഗമായിട്ട് മനുഷ്യനെ സർവൈവ് ചെയ്യാനൊക്കെ ഒരുപാട് സഹായിച്ചൊരു സംഭവമാണെങ്കിലും ബിസിനസ്സിൻ്റെ കേസിൽ പല സമയത്തും ഇതൊരു വില്ലനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് നല്ല പ്രോഫിറ്റിൽ ഓടുന്ന ഒരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ, ഒരു 20 ലക്ഷമൊക്കെ മാസം പ്രോഫിറ്റുള്ള ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ഈ ബിസിനസ് ഓണർക്ക് അറിയില്ല ഇത് തന്നെയാണോ ഇതിൽ നിന്ന് മാക്സിമം ഉണ്ടാക്കാൻ പറ്റുന്ന പ്രോഫിറ്റ് എന്നുള്ളത്, മാക്സിമം പൊട്ടൻഷ്യൽ അറിയില്ലല്ലോ. അപ്പോൾ അത് മനസ്സിലാവാൻ ഇനി ചെയ്യേണ്ടത് ഈ ബിസിനസ്സിനെ മാക്സിമം ഒപ്റ്റിമൈസ് ചെയ്യുക, അതിനെ ടെക് ഡ്രിവൺ ആക്കി മാറ്റുക, മാക്സിമം ഇതിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റുന്ന പ്രോഫിറ്റ്, കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാതെ തന്നെ ഇനി എത്രത്തോളം ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒപ്റ്റിമൈസ് ചെയ്യുമ്പോൾ അറിയുള്ളൂ. അപ്പോൾ പലപ്പോഴും ബിസിനസ് ഓണേഴ്സിന് ഇതിലേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു കേസ് വരും. രണ്ട് കാര്യമാണ് അതിനുള്ളത്. ഒന്ന് ഞാനിപ്പോൾ ഈ പറഞ്ഞ സ്റ്റാറ്റസ് കോ ബയാസ്. രണ്ടാമതൊരു കേസ് എന്ന് വെച്ചാൽ ഇയാളൊരു 2-3 കൊല്ലം നല്ല കഷ്ടപ്പെട്ടിട്ടാവും ബിസിനസ്സിന് ഈ ഒരു 20 ലക്ഷം പ്രോഫിറ്റ് എത്തുന്ന ലെവലിലേക്ക് എത്തിച്ചിട്ടുണ്ടാവുക, സീറോന്ന് ഇങ്ങോട്ട് ബിൽഡ് ചെയ്ത് വന്നാവും. അപ്പോൾ ഇനി ഇതിനെ ഒപ്റ്റിമൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ശരിക്ക് ഈ ഉണ്ടാക്കി എടുത്തതിനേറെ നല്ല പണിയാണ്. ഇയാൾ നല്ല ഇൻ്റലക്ച്വലി നല്ല എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ ഈ പറഞ്ഞ സംഭവം നടക്കുള്ളൂ. അപ്പോൾ അവിടെ ബ്രെയിൻ ഒന്നും കൂടെ ഒരു കംഫർട്ട് സോണിക്ക് പോകും. ഇപ്പോൾ ഏതായാലും ഇപ്പോൾ ഒരു 20 ലക്ഷം ഉണ്ടല്ലോ മാസം പ്രോഫിറ്റ്, അപ്പോൾ അതങ്ങനെ യൂസ് ചെയ്തിട്ട് അത്യാവശ്യം റിവാർഡ് എടുത്തിട്ട് ഇങ്ങനെ പോയാൽ പോരേ എന്നുള്ള ലെവലിലേക്ക് ആ ഒരു മോഡ്ക്ക് ബ്രെയിൻ മാറും. നമ്മൾ നോക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബ്രെയിൻ്റെ ഒരു ഫംഗ്ഷനാണ് ഈ കാര്യങ്ങളൊക്കെ. നമ്മൾ അതിനെ ബ്രേക്ക് ചെയ്തിട്ട് ആ ഒരു കംഫർട്ട് സോണും ബ്രേക്ക് ചെയ്തിട്ട് ബിസിനസ്സിനെ മാക്സിമം ഒപ്റ്റിമൈസ് ചെയ്ത് അതിനെ ടെക് ഡ്രിവൺ ആക്കി മാറ്റിയിട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന റിവാർഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ എത്രയോ അപ്പുറമാണ്, ഒരു വേറെ ലെവൽ റിവാർഡാണ് നമ്മളെ ബ്രെയിനിനെ നമുക്ക് തരാം. ഇപ്പോൾ ബ്രെയിൻ നമ്മൾ പിടിച്ച് നിർത്തുന്നുണ്ടെങ്കിലും ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഹൈ ലെവൽ റിവാർഡ് നമുക്ക് ബ്രെയിനിൽ നിന്ന് കിട്ടാനുണ്ട്.